വിശുദ്ധമായ മക്കയിലും മദീനയിലും അങ്ങനെ തുടങ്ങി ലോകമൊട്ടാകെ സ്വഹാബത്ത് വന്നു. സ്വഹാബത്ത് 1,20,000 പരം സ്വഹാബത്ത് പരിശുദ്ധമായ അറഫ മൈതാനിയിൽ ഒരുമിച്ചുകൂടി അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രഭാഷണത്തിന് സാക്ഷിയായി അവിടെന്ത് പറഞ്ഞല്ലോ, എന്നിൽ നിന്നും ഈ പഠിച്ച ആശയം ഫൽയുബല്ലിഉ ഷാഹിദു അൽ ഗായിബ. ഇവിടെ എന്നിൽ നിന്നും നേരിട്ട് കേട്ട സ്വഹാബ, നിങ്ങൾ ഇവിടെ ഒതുങ്ങിക്കൂടാൻ പാടില്ല, നിങ്ങൾ ഭൂഖണ്ഡാതിർത്തികൾ കടന്ന് യാത്ര ചെയ്യണം, എന്നിട്ട് ഈ സന്ദേശം ലോകത്തൊട്ടാകെ എത്തിക്കണം എന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞപ്പോ സ്വഹാബത്ത് അത് ശിരസാ വഹിച്ചും. അങ്ങനെ സ്വഹാബത്ത് വിവിധ രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്തു. 10,000-ൽ താഴെ സ്വഹാബത്ത് മാത്രമാണ് സൗദി അറേബ്യയിൽ മറവ് ചെയ്യപ്പെട്ട് കിടക്കുന്നത്. ബാക്കിയുള്ള സ്വഹാബത്തെല്ലാം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ചെന്നു. ചൈനയിലെത്തി, ആഫ്രിക്കയിലെത്തി, ഇന്ത്യയിലെത്തി, അങ്ങനെ തുടങ്ങി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വിവിധ ഭാഷകൾ സംസാരിക്കുന്ന വിവിധ രാജ്യങ്ങളിലേക്ക് മഹാന്മാരായ സ്വഹാബത്ത് കടന്നു ചെന്നിട്ടുണ്ട്. ആ സ്വഹാബത്ത് ഒരു നാട്ടിൽ ചെന്നിട്ടും അതേ ഖുതുബ അറബിയല്ലാത്ത ഭാഷയിൽ ഒരു സ്വഹാബിയും നിർവഹിച്ചിട്ടില്ല. സ്വഹാബത്ത് നമ്മുടെ ഇന്ത്യയിൽ വന്നില്ലേ, ആ സ്വഹാബത്ത് പഠിപ്പിച്ചതുപോലെയല്ലേ മുൻഗാമികൾ ഇവിടെ ഖുതുബ നിർവഹിച്ചതും. എന്നാൽ ആ സ്വഹാബത്തിൽ കിറാം ഏതെങ്കിലും നാട്ടിൽ അറബിയല്ലാത്ത ഭാഷയിൽ നിർവഹിച്ചിട്ടുണ്ടോ? ഒരിക്കലുമില്ല. എന്നാൽ വഹാബികളും മറ്റു പുത്തൻവാദികളും അവർ തനി യുക്തിവാദികളാവുകയാണ്. ഖുതുബ തിരിയണ്ടേ എന്നാ ചോദിക്കുന്നത്. അതുകൊണ്ട് മാതൃഭാഷയിലാ ഖുതുബ നിർവഹിക്കേണ്ടതും. ഖുതുബ മാതൃഭാഷയിലല്ല ഓതേണ്ടത്, ഖുതുബ മതഭാഷയിലാ ഓതേണ്ടതും. ഖുതുബ മതത്തിന്റെ ഒരു ഇബാദത്താണ്, അത് മതഭാഷയിലാണ്. ബാങ്ക് വിളിക്കുന്നത് തിരിയേണ്ടേ എന്ന നിലക്ക് അറബിയല്ലാത്ത ഭാഷയിൽ എന്തേ വഹാബികൾ ബാങ്ക് വിളിക്കാത്തതും? അതേ സമയത്ത് ലോകത്തെ ആദ്യമായി ഖുതുബ പരിഭാഷ നടത്തിയ അതേ അത്താതുർക്ക് എന്ന പേരിൽ അറിയപ്പെട്ട തുർക്കിയിലെ ഭരണാധികാരിയുണ്ട്. അദ്ദേഹമാണ് ലോകത്തെ ആദ്യമായി ഖുതുബ പരിഭാഷപ്പെടുത്തിയ വ്യക്തി എന്ന് എഴുതി വെച്ചത്. ആരാണ്? ഈ വഹാബികളുടെ ഏറ്റവും വലിയ നേതാവായിരുന്ന റഷീദ് റിള എന്ന് പറയുന്ന വ്യക്തി. അദ്ദേഹത്തിന്റെ തഫ്സീറുൽ മനാർ എന്ന് പറയുന്ന ഗ്രന്ഥത്തിലാണ് ആ ചരിത്രം എഴുതി വെക്കുന്നത്. അദ്ദേഹം പറയാണ്, വദ്ദലീലു അലാ ഹാദാ അന്ന ജമീഅ മുഖല്ലിദീഹി മിനൽ അഅജാമി ലാ യസാലൂന യഖറഊനൽ ഖുർആന വ അദ്കാറസ് സ്വലാത്തി വൽ ഹജ്ജ് വഗൈരിഹിമാ ബിൽ അറബിയ്യ. ലോകത്തുള്ള എല്ലാ മുഅ്മിനീങ്ങളും വിശുദ്ധമായ ഖുർആനും ദിക്റുകളും ഖുതുബയുമെല്ലാം അറബിയിലായിരുന്നു ഓതിയിരുന്നത്. വകദാലിക ഖുതുബത്തു സ്വലാത്തിൽ ജുമുഅത്തി വൽ ഈദൈനി. അതേ ജുമുഅയിലെ ഖുതുബയും പെരുന്നാളിന്റെ ഖുതുബയുമെല്ലാം അറബിയിൽ മാത്രമാണ് മുസ്ലിം പൊതുസമൂഹം, മുസ്ലിം ബഹുഭൂരിപക്ഷം വിശ്വാസികളും അതേ ഓതി വന്നതും. ഇല്ലാമാ ശദ്ദത്ത് ബിഹി ഹുക്കൂമത്തുൽ കമാലിയ. അതേ തുർക്കി ഭരണാധികാരി അദ്ദേഹം ഒറ്റപ്പെട്ടു കൊണ്ടുവന്ന ഒന്നൊഴികെ അദ്ദേഹമാണ് അതേ ഖുതുബ അറബി ഭാഷയിൽ നിന്ന് ഓതുന്നതിൽ നിന്ന് അവരുടെ പ്രാദേശിക ഭാഷയായ ടർക്കിഷിലേക്ക് ഖുതുബയെ പരിഭാഷപ്പെടുത്തിയ വ്യക്തി അതേ അത്താതുർക്ക് എന്ന പേരിൽ അറിയപ്പെട്ട തുർക്കി ഭരണാധികാരിയാണ്. അദ്ദേഹം പരിഷ്കരിച്ച് ഇസ്ലാമിനെ പൂർണ്ണമായും കൈയൊഴിഞ്ഞു, ഇസ്ലാമിന്റെ ഭാഷയെ കൈയൊഴിഞ്ഞു. എന്നിട്ട് അവരുടെ പ്രാദേശിക ഭാഷയായ ടർക്കിഷിലേക്ക് മാറണമെന്ന് നിർബന്ധം പറഞ്ഞു. ഭരണത്തിന്റെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ടത് നടപ്പിലാക്കി. അങ്ങനെ അദ്ദേഹമാണ് ലോകത്ത് അറബിയല്ലാത്ത ഭാഷയിൽ ഖുതുബ നിർവഹിച്ചത് എന്ന് ആ വഹാബികളുടെ നേതാവായി അവരംഗീകരിക്കുന്ന റഷീദ് റിള തന്നെ അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ എഴുതി വെക്കുന്നുണ്ട്. MI സുല്ലമി, മുഹമ്മദ് അലി സുല്ലമി എന്ന് പറയുന്ന വഹാബി, അദ്ദേഹം തന്നെ അദ്ദേഹത്തിന്റെ പുസ്തകമായ ഗൾഫ് സലഫികളും മുജാഹിദുകളും എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ എഴുതി വെക്കുന്നുണ്ട്. എന്താണ്? ഖുതുബ ലോകത്ത് ആദ്യമായി നടത്തിയത്, പരിഭാഷപ്പെടുത്തിയത് തുർക്കി ഭരണാധികാരിയാണ്. അതിന് സ്വഹാബത്തിന്റെ ഒരാളുടെയും പിൻബലമില്ല എന്ന് ഈ കേരളത്തിലെ വഹാബികൾ തന്നെ അവരുടെ പ്രസിദ്ധീകരണങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. കേരളത്തിലെ വഹാബികൾ തന്നെ അത് പ്രസംഗിച്ചിട്ടുമുണ്ട്. എന്നാൽ
ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പഠിപ്പിച്ചു, സ്വല്ലൂ കമാ റഅയ്തുമൂനി ഉസല്ലി. ഞാൻ എങ്ങനെയാണോ നിസ്കരിക്കുന്നത് നിങ്ങൾ കണ്ടത്, എങ്ങനെയാ ഞാൻ ജുമുഅ നിസ്കരിക്കുന്നത് നിങ്ങൾ കണ്ടത്, എങ്ങനെയാ ഞാൻ പെരുന്നാൾ നിസ്കരിക്കുന്നത് നിങ്ങൾ കണ്ടത്, ഞാൻ അറബിയിൽ ഖുതുബയോതി അറബിയിൽ നിസ്കരിക്കുന്നത് കണ്ടു, അപ്രകാരം നിങ്ങൾ നിസ്കരിക്കണം എന്ന ഹദീസാണ് മഹാന്മാരായ പണ്ഡിതന്മാര് മുഴുവനും ഖുതുബ അറബിയിലാകൽ ഷർത്താണ് എന്നതിന് തെളിവായി പറഞ്ഞത്. എന്നാൽ അത് മുഴുവനും തള്ളിക്കളഞ്ഞ് കേവലം യുക്തിയുടെ പിന്നാലെ പോയിട്ടാണ് മുസ്ലിം സമൂഹത്തിന്റെ നിസ്കാരവും ജുമുഅയും അവരുടെ പെരുന്നാൾ തുടങ്ങി ആരാധനാ കർമ്മങ്ങൾ മുഴുവനും നിഷ്ഫലമാക്കി ജുമുഅ ഖുതുബ അറബിയല്ലാത്ത ഭാഷയിൽ പരിഭാഷയുമായി വഹാബികൾ കടന്നു വരുന്നതും ലോകത്തെവിടെയെങ്കിലും ഉണ്ടോ ഈ തരത്തിൽ ഖുതുബ പരിഭാഷ? വിശുദ്ധ ഖുർആനിന്റെ, വിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ പ്രമാണങ്ങളുടെ പിൻബലം എവിടെയെങ്കിലും കാണാൻ കഴിയുമോ സഹോദരങ്ങളെ?